നമസ്കാരം. മറ്റു രാജ്യങ്ങളുടെ അതിർത്തി മാന്തുന്നതിലും സാധിക്കുമെങ്കിൽ ചെറു രാജ്യങ്ങളെ സ്വന്തം കോളനി ആക്കി വയ്ക്കുന്നതിലുമൊക്കെ ഇപ്പോഴും താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു സ്വഭാവമുള്ള രാജ്യമാണ് ചൈന. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുമായി ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലാകട്ടെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ ചൈനീസ് സൈന്യവും തമ്മിൽ വർഷങ്ങളായി മുഖാമുഖം നിൽക്കുകയാണ്. പ്രത്യേകിച്ചും കിഴക്കൻ ലഡാക്കിലും മറ്റും 2020 മുതൽ ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും തമ്മിൽ മുഖാമുഖം നിൽക്കുകയാണ്. ഇന്ത്യ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് നിരവധി ചൈനയുമായി അതിർത്തി പങ്കിടുന്ന നിരവധി രാജ്യങ്ങളുമായി ചൈനയ്ക്ക് ഇപ്പോഴും അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ചൈനയോട് അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ പേര് മാറ്റി പ്രസ്താവന ഇറക്കുന്നതും ഇന്ത്യയുടെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂപടം പ്രസിദ്ധീകരിക്കുന്നതുമെല്ലാം ചൈനയുടെ ഇഷ്ടവിനോദമാണ്. സ്വന്തം സംസ്കാരത്തിലും സ്വന്തം മതത്തിലും വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ടിബറ്റൻ ജനതയുടെ അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ടിബറ്റ് എന്ന രാജ്യത്തെ ചൈന കൈയടക്കി വച്ചിരിക്കുകയാണ് വർഷങ്ങളായി. മാത്രമല്ല, തായ്വാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം, ആ രാജ്യത്തെ സ്വന്തം കോളനി എന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് ചൈന. അതായത് തായ്വാൻ എന്ന രാജ്യവുമായി മറ്റൊരു രാജ്യത്തിനും നയതന്ത്ര ബന്ധം പുലർത്താനോ ആ ചൈനയെ അറിയാതെയുള്ള ആശയവിനിമയം നടത്താനോ സാധ്യമല്ല എന്നുള്ളതാണ്. പരസ്യമായോ രഹസ്യമായോ തായ്വാനുമായി ഏതെങ്കിലും രാജ്യങ്ങൾ ബന്ധപ്പെട്ടാൽ ചൈനയെ അത് ചൊടിപ്പിക്കും. നമുക്കറിയാം, അമേരിക്കൻ പാർലമെന്റിന്റെ സ്പീക്കർ കഴിഞ്ഞ വർഷം തായ്വാൻ സന്ദർശിച്ചതിൻ്റെ പേരിൽ വലിയ പുകിലാണ് ചൈന സൃഷ്ടിച്ചത്. തായ്വാനെ കടന്നാക്രമിക്കുമെന്നും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ തായ്വാൻ സൈനിക ശേഷി ഉപയോഗിച്ച് പിടിച്ചെടുക്കുമെന്നുമുള്ള വലിയ ഭീഷണി മുഴക്കിയിരുന്നു. എന്നു മാത്രമല്ല, അമേരിക്കൻ പ്രതിനിധിയുടെ സന്ദർശനത്തിന് ശേഷം, അമേരിക്കൻ പ്രതിനിധി മടങ്ങിപ്പോയതിനു ശേഷം വലിയ രീതിയിലുള്ള സൈനികാഭ്യാസങ്ങളാണ് തായ്വാന് ചുറ്റുമുള്ള കടലിടുക്കിൽ ചൈന നടത്തിയത്. നിരവധി തവണ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നു. തായ്വാനെ വളഞ്ഞ് യുദ്ധക്കപ്പലുകൾ അണിനിരത്തി. ചൈനയുടെ ഈ ഭീഷണിക്കെതിരെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വന്നതോടുകൂടി ലോകം ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന പ്രതീതി പോലും ഉണ്ടായി. എന്തായാലും തായ്വാനെതിരെയുള്ള സൈനിക നടപടികൾ അന്ന് അമേരിക്കയുടെ ഭീഷണി വഴങ്ങിയിട്ടാണെങ്കിലും ചൈന താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പക്ഷെ നിരവധി തവണ തായ്വാനെ ഭീഷണിപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ചൈന പ്രകോപനം ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ തായ്വാൻ പുറത്തുവിടുന്നത്. 66 ചൈനീസ് യുദ്ധവിമാനങ്ങൾ രാജ്യത്തിൻ്റെ വ്യോമ അതിർത്തി ലംഘിച്ച് അകത്തേക്ക് കടന്നതായും രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പ്രകോപനം സൃഷ്ടിച്ചു എന്നുമാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ പ്രകോപന കാരണം എന്ന് വ്യക്തമല്ല. നേരത്തെ അമേരിക്കൻ പ്രതിനിധിയുടെ സന്ദർശനമാണ് എങ്കിൽ ഇപ്പോൾ എന്താണ് ചൈനയിൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് ഇപ്പോഴും ആർക്കും അറിയാത്ത കാര്യമാണ്. എന്തായാലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ തായ്വാൻ തങ്ങളുടെ സ്വന്തം മണ്ണാണെന്നും അത് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നാൽ സൈനിക ശേഷി ഉപയോഗിക്കുമെന്നും പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ എല്ലാ അധികാരങ്ങളും പാർട്ടിയിലും അതുപോലെ തന്നെ സൈന്യത്തിലും രാജ്യത്തിൻ്റെയും അധികാരം ഇപ്പോൾ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ തായ്വാനെ പിടിച്ചടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാം തവണ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് തായ്വാൻ പ്രസിഡന്റ് ഒരു സന്ദേശം അയച്ചിരുന്നു. ആ സന്ദേശത്തിന് മറുപടിയായി തായ്വാനുമായി ഊഷ്മള ബന്ധം ഭാരതം ആഗ്രഹിക്കുന്നു എന്ന് നരേന്ദ്രമോദിയും തിരിച്ച് കത്തെഴുതിയിരുന്നു. ഇത് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയാണ് എന്ന അഭിപ്രായം അന്ന് ചൈന പറയുകയും ചെയ്തിരുന്നതാണ്. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു അതിർത്തി കടക്കൽ നടന്നിരിക്കുന്നത്. ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തായ്വാന്റെ കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളാണോ ഇപ്പോൾ ചൈനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നൊരു സംശയവും ഉയരുകയാണ്. എന്തായാലും തായ്വാനുമേൽ ചൈനീസ് അധിനിവേശം എന്ന ഭീഷണി ഇപ്പോഴും ഉയർന്നു നിൽക്കുക തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599.
ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.